ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അതിനു വേണ്ടി ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഞാനിവിടെ പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ചുവന്ന് വരണം. അതുവരെ ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, അതുപോലെ 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് പതച്ച് വരണം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടി നന്നായി തിളക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിക്കാം. ഇനി നന്നായി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർക്കാം കേട്ടോ. എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിരിക്കുകയാണ്.